അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 29-ാമത്തെ വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ വചനത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സത്യവിശ്വാസികളെ വിട്ട് നിങ്ങൾ മിത്രങ്ങളാക്കരുത്. സത്യവിശ്വാസികളെ വിട്ടിട്ട് സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവർക്ക് ഒന്നും ലഭിക്കുന്നതല്ല. അവർ ഇല്ലാൻ തത്തക്കൂ മിൻഹും തുക്കാത്തൻ, അവരെ സംബന്ധിച്ച് ഒരു സൂക്ഷ്മത നിങ്ങൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സൂക്ഷ്മത ഉണ്ടായിരിക്കണം. യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു, അല്ലാഹു തആല അവനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് അവൻ സ്വയം തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. വൈലല്ലാഹിൽ മസീർ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ളാഹിൽ നിന്നും ലഭിച്ച ഒരു സന്ദേശത്തിൽ ഒരു സഹോദരൻ്റെ, ജമാഅത്ത് ഇസ്ലാഹി ഇസ്ലാമിലുള്ള ഒരു സഹോദരൻ്റെ മകൾ 20 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുടുംബത്തിലെ 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ മരണപ്പെട്ടു. എന്തുമാത്രം പ്രയാസം ഓരോ മനുഷ്യർക്കും ഉണ്ടാകും. നമ്മുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി കരുതി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. ഓരോ സ്റ്റെപ്പിലും, ഓരോ വാക്കിലും, ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് പര്യാപ്തമായ നിലയിൽ നിങ്ങൾ വിനയം കൈക്കൊള്ളുക. നിങ്ങൾ അഹന്തയൊക്കെ ഉപേക്ഷിക്കുക. നന്മയായ പ്രവൃത്തി ചെയ്യുക. പകൽ സമയങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കളിക്കാനും ചിരിക്കാനും വിനോദിക്കാനുമല്ല, നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് അല്ലാഹുവിൻ്റെ പ്രീതി നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അത് നന്മ കൊണ്ടുവരുന്നതിനും വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം മൊബൈൽ ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിപരമായ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളായാലും മതി. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്ന ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് സാമൂഹ്യ പ്രവർത്തനമാണ്. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഇതിനെയൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ് നമ്മൾ പള്ളിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ്. മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ
ഉപദേശ നിർദ്ദേശങ്ങളും കർമ്മ പദ്ധതികളും തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രവർത്തന രേഖ നടപ്പിലാക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യ പുരോഗതി ഉണ്ടായി, ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടായി. അത് ഇവിടെ പുനർജീവിപ്പിക്കണം, ഇപ്പോഴില്ല. അത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഒരാളെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഇമാം നമ്മളോട് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവരുമായിട്ട് അകലം പാലിക്കണമെന്ന് പറയുന്നത്, നിഷേധത്തെ അവർക്ക് ഒരു വിലയും അവർക്കൊരു കളിച്ചിരി പോലെയാണ് സത്യത്തെ നിഷേധിക്കുക എന്നുള്ളത്. ആ നിഷേധികളുമായിട്ട് നമുക്ക് സന്തോഷം പങ്കിടാൻ വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിലും ആ സത്യനിഷേധത്തിൻ്റെ കറ കുടികൊള്ളുന്നത് കൊണ്ട് മാത്രമാണ്. ഖലീഫത്തുള്ള നൽകുന്ന ഈ നിർദ്ദേശം നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. വാട്ട് വി നീഡ് ടു ഡു ഈസ് ഇൻവൈറ്റിംഗ് ദം ടു ഇസ്ലാം. പരിപൂർണമായിട്ടും അള്ളാഹുവിന് കീഴടങ്ങുന്നതിനായി, അതായത് ഇസ്ലാമിലേക്ക് നമ്മൾ അവരെ ക്ഷണിക്കുക. ബ്രീഫിംഗ് ദം ഓൺ ദ എലിമെൻറ്റ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥമായ ഘടകങ്ങൾ അവർക്ക് ചുരുക്കി പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവുമായിരിക്കണം. അതിനെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം വാദങ്ങളും വാദമുഖങ്ങളും ഉന്നയിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിത പദ്ധതിയാണ്. അതോ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ സ്വീകരിക്കാൻ വേണ്ട, ആ നിലയിലുള്ളവർ. അതുകൊണ്ട് അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളടക്കം അവർക്ക് ചുരുക്കി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സീയിങ് ടു ദെയർ കോംപ്രിഹെൻഷൻ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് അള്ളാഹ്. അവർ അള്ളാഹുവിൻ്റെ ഈ അധ്യാപനത്തെ അവരേത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്ന് അവർ ചിന്തിക്കണം, ഒരു വിശകലനം നടത്തണം, ഒരു ആത്മപരിശോധന നടത്തണം. അങ്ങനെ നമുക്ക് പരിപൂർണമായിട്ടും ഇത് സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്താ? നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടുന്നെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. പ്രതിഫലമില്ലാത്ത കാര്യത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ഈ ഒരു അഭിനയം കാണിക്കുന്നത്? ഇപ്പം രാവിലെ പ്രഭാതത്തിൽ പള്ളിയിൽ വന്നാൽ ആ വീട്ടിൽ നിന്നും വരുന്ന ഒരാൾക്ക് ഓരോ സ്റ്റെപ്പിനും അല്ലാഹു തആല പ്രതിഫലം വെച്ചിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു സ്റ്റെപ്പ് വെച്ചു. അള്ളാഹുവിൻ്റെ പ്രീതി തേടി പോവുകയാണ് ആ മനുഷ്യൻ. അപ്പം ചിലപ്പം ഭയങ്കരമായ മഴയായിരിക്കും, അല്ലെങ്കിൽ പ്രതികൂലമായ നിലയിൽ തണുപ്പും ഇതുമൊക്കെ ആയിരിക്കാം. ശാരീരികമായിട്ട് നല്ല സുഖം കാണത്തില്ല. എങ്കിൽ പോലും എന്തിനു വേണ്ടിയാണ്? അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി. അതിന് 27 മടങ്ങ് പ്രതിഫലമാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ. ഇത് കറക്റ്റായിട്ട് അറിയുന്ന ഒരു കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടം അവൻ വേണ്ടാന്ന് വയ്ക്കുമോ? 1 രൂപ മുടക്കിയാൽ ഇന്ന മാർക്കറ്റിൽ ചെന്നാൽ അവൻ ഇത്ര രൂപ ലാഭം കിട്ടുന്നതാണെന്ന് പറഞ്ഞു അവൻ എത്ര തണുപ്പും സാധിച്ചായാലും ആ കച്ചവടത്തിന് അവൻ അവിടെ എത്തും. ഇവിടെ ഇപ്പം നമ്മൾ ഈ കച്ചവടത്തെ സംബന്ധിച്ച് നമ്മൾ അത്ര ലാഘവ ബുദ്ധിയോട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കാനോ നമ്മൾ തയ്യാറാവാത്തത്. വഴിയിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നീക്കം ചെയ്താൽ, അത് വൃത്തിയാക്കിയാൽ, അത് ക്ലീൻ ചെയ്താൽ നിങ്ങൾ സദക്ക ചെയ്ത കൂലിയാണ്. അത് പൊതുജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് പൊതുജനങ്ങൾ സമ്മേളിക്കുന്ന പള്ളിയും പരിസരവും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്ന ആലയങ്ങളും പരിസരങ്ങളുമൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നിഅമത്തായി, അള്ളാഹിൻ്റെ പക്കൽ വലിയ ഒരു സദക്കയായി. എൻ്റെ ശരീരം, അത് ആ ശരീരം കൊണ്ട് ഞാൻ അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും, നമ്മളിലുള്ള അസുഖങ്ങൾ മാറും, നമ്മൾ നല്ല പരിപൂർണ ഹെൽത്തി പേഴ്സൺസ് ആവും. ഇതൊക്കെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കുന്നില്ല ഈ ശരീരത്തെ കൊണ്ടെങ്കിൽ ഈ ശരീരത്തിന് നമ്മൾ ഒരുപാട് എണ്ണയും കുഴപ്പമൊക്കെ ഇടേണ്ടി വരും.
നമ്മൾ പ്രസംഗിക്കുന്ന ആളുകൾ മാത്രമായി മാറിയിരിക്കുന്നു. പ്രവർത്തിക്കണം, നല്ലതുപോലെ പ്രവർത്തിക്കുക, കായികമായിട്ട് പ്രവർത്തിക്കണം, ബുദ്ധിപരമായി പ്രവർത്തിക്കണം, ചിന്താപരമായി പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഈ വിശുദ്ധ വചനങ്ങളുടെ ആന്തരിക അർത്ഥം നമുക്ക് മനസ്സിലായിട്ട് നമ്മുടെ ഉള്ളിൽ അത് ആന്തരിക പരിവർത്തനം വരുത്തുകയുള്ളൂ. ഇഫ് ദേ ആർ ഇൻക്ലിൻ ടുവേഴ്സ് ദ മെസ്സേജ് ഓഫ് അള്ളാഹ്, ഈ അള്ളാഹുവിൻ്റെ ഈ വചനത്തിനോട് അവർ ഒരു ചായ്വ് കാണിക്കുന്നില്ല, ദെൻ നോ ഹാം ഷുഡ് ബി ഡൺ ടു ദം. അങ്ങനെ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ച് നോ ഹാം ടു ബി ഡൺ ടു ദം, അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. നിങ്ങൾ അവരെ നിർബന്ധിപ്പിക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് യാതൊരു പ്രയാസവും നിങ്ങളുണ്ടാക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ബ്രീഫിംഗ് ദം ദ പോയിൻറ്റ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഈ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ അവർ പ്രയോജനപ്പെടുത്തട്ടെ. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ അവരുടെ മേലൊരു സമ്മർദ്ദവും ചെലുത്തരുത്. ഓർ ടേക്കിംഗ് ഓൺസ് ഡിസ്റ്റൻസ് ഫ്രം ദം, അവരിൽ നിന്ന് നിങ്ങൾ അകലവും പാലിക്കേണ്ട, നിങ്ങളായിട്ട് അവരിൽ നിന്ന് യാതൊരു. പക്ഷേ നിങ്ങൾ ഈ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോഴെന്ത് ചെയ്യും? ഒന്നിൽ അവർ പൊയ്ക്കോളും, അതല്ല എങ്കിൽ അവർ കറക്റ്റായിട്ട് വരും. രണ്ടിലൊന്ന്. ഇൻഡീഡ് ദേ ആർ ദോസ് പീപ്പിൾ ഹൂ ഇഫ് അപ്പോൺ ഗെറ്റിംഗ് ദ മെസ്സേജ് ഓഫ് അള്ളാഹ് ക്യാൻ ടേൺ ഓവർ ഇൻ ടു എ ന്യൂ ലൈഫ് ആൻഡ് ചേഞ്ച് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഈ സന്ദേശത്തിൽ നിന്ന് അവർ ഇപ്പോൾ അകന്ന് നിൽക്കുകയാണെങ്കിലും ഈ ഉപദേശം ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ തിരിഞ്ഞ് നന്മയിലേക്ക്, നല്ലത് പ്രവർത്തിക്കാനുള്ള അവസരത്തിലേക്ക് വരാം. അങ്ങനെ വരാമെന്നുള്ള പ്രതീക്ഷ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ബികമിങ് ഈവൻ ബെറ്റർ മുസ്ലിംസ് ദാൻ അസ്, അങ്ങനെ അവർ ഒരു പരിവർത്തനം വരികയാണെങ്കിൽ നമ്മളെക്കാൾ വലിയ നല്ല മുസ്ലിങ്ങളായി അവർ മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. അവരിലേക്ക് ആ സന്ദേശം എത്തിക്കുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ വരാം. ഇനി കൊടും നിഷേധിയായിട്ട് മാറുകയും ചെയ്യാം. ഇതൊന്നും നമ്മുടെ ബാധ്യതയല്ല. നമ്മൾ ഈ കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു നിർബന്ധവും ഈ കാര്യത്തിലില്ല. പീസ്ഫുൾ പീപ്പിൾ ആർ ദ വൺസ് വിത്ത് ഹും ദ ബിലീവർ ക്യാൻ അപ്രോച്ച്. ഈ സമാധാനകാംക്ഷികളായ നല്ല നിലയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികൾക്ക് വേണമെങ്കിൽ അവരെ സമീപിക്കാം, അവരുമായിട്ട് ആശയവിനിമയം നടത്താം. അതെന്തുവാ? ഫോർ ഹിസ് ദഅവ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. അറിയാതെ അവരെ അള്ളാഹുവിലേക്ക്, നന്മയിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ. ബട്ട് നോട്ട് ദ ഹാർഡ് കോർ എനിമീസ്. എന്നാൽ മനഃപൂർവ്വമായിട്ട് ശത്രുത കൈക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മാറ്റുവാനും സാധിക്കുകയില്ല. തേഴ്സ്റ്റി ഫോർ ദ ബ്ലഡ് ഓഫ് മുസ്ലിംസ്, അവർ മുസ്ലിങ്ങളുടെ രക്തം ദാഹിക്കുന്നവരാണ്. ആൻഡ് ദ ഡെത്ത് ഓഫ് ഇസ്ലാം, ഇസ്ലാം നശിച്ച് കാണണം എന്നാഗ്രഹിക്കുന്നവരാണ്. ആൻഡ് ദോസ് ഹു ഹാവ് റിജക്റ്റഡ് എ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്. ഇനി അള്ളാഹുവിൻ്റെ ഒരു ദൂതനെ നിഷേധിച്ചവർ. ആൻഡ് കരുമിനേറ്റഡ്, അപവാദം പറഞ്ഞ് പരത്തി. ആൻഡ് പേഴ്സിക്യൂട്ടഡ് ഹിം, അദ്ദേഹത്തെ പീഡനങ്ങൾ ഏൽപ്പിച്ച്. ഈവൻ ഇഫ് ദേ ബി ഫ്രം അവർ ഓൺ ക്ലോസ് ബ്ലഡ് റിലേഷൻസ്, നമ്മുടെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർ അള്ളാൻ്റെ ഒരു ദൂതനെ നിഷേധിച്ചവരാണോ, തള്ളിപ്പറഞ്ഞവരാണോ, അവർക്ക് അതിനോട് താല്പര്യം കാണിക്കാൻ വരുന്നില്ലയോ, അവരൊക്കെ ഇസ്ലാമിൻ്റെ എങ്ങനെയുള്ള ഇതാണ് ഈ ഭയങ്കരമായ ഹാർഡ് കോർ എനിമീസാണ്. കാരണം അള്ളാഹ് ഒരാളിനെ അയച്ചു, ആ ആളിനെ മനഃപൂർവ്വമായിട്ട് അവരങ്ങ് നിഷേധിച്ച് തള്ളിക്കളയുന്നു. അത് നമ്മുടെ ബ്ലഡ് റിലേഷനുള്ളവരാണ്. അത് പറഞ്ഞെന്താ? ദേ ബി ഫ്രം അവർ ഓൺ ക്ലോസ് ബ്ലഡ് റിലേഷൻസ്. അത് നമ്മുടെ രക്തബന്ധുക്കളാണെങ്കിൽ പോലും അവർ ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്.
ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ദെയർഫോർ ഇഫ് ദിസ് ഈസ് ദ കേസ്, ഇനി ഇങ്ങനെയാണെങ്കിലും ലൈക്ക് വി ആർ വിറ്റ്നസിങ് ഇൻ ദിസ് എറ, ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ദ കമ്പാനിയൻഷിപ്പ് ഓഫ് പീസ്ഫുൾ പീപ്പിൾ, ഇനി സമാധാനകാംക്ഷികളായ ആളുകളുണ്ട്, അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഫ്രം അതർ റിലീജൻ, മറ്റിതര സമുദായത്തിൽ, മറ്റിതര മതങ്ങളിൽ, വിത്ത് ഹും ദൈവ ഈസ് പ്രോഫിറ്റിംഗ്, അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾ അവരുമായിട്ട് ദയവ ചെയ്താൽ, പ്രോഫിറ്റിംഗ് ഈസ് ബെറ്റർ ദാൻ സിറ്റിംഗ് ഇൻ ദ കമ്പാനിയൻഷിപ്പ് ഓഫ് സോ കാൾഡ് മുസ്ലിംസ്. ഈ അള്ളാഹ് അയച്ച ആളിനെ നിഷേധിച്ച ഈ മുസ്ലിം ബ്ലഡ് റിലേഷനിൽപ്പെട്ട നമ്മുടെ ആളുകളുണ്ടല്ലോ, അവരോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റിതര സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള സമാധാനകാംക്ഷികളായ ആളുകളുമായിട്ട് ഈ ഏകദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മുടെയും ലോകത്തിലുള്ള എല്ലാവരുടെയും ദൈവം ഒന്ന് തന്നെയാണ്. ആ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി ഉള്ള ക്ഷണക്കത്താണ്, ആ ക്ഷണവുമായിട്ടാണ് ഈ നൂറ്റാണ്ടിൽ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ അവർ അങ്ങ് പരിഹസിച്ച് തള്ളത്തില്ല. അതേസമയം നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ളവരാണെങ്കിൽ മിണ്ടിപ്പോവരുത്, ഇത് സംബന്ധമായിട്ട് ഒറ്റ വാക്ക് ഇവിടെ കേട്ടു പോകരുത്. നിനക്ക് കോർ എനിമീസാണ്, കഠിന ശത്രുക്കളാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നല്ലതും ചീത്തയും മണക്കുന്നതും നാറുന്നതും തിരിച്ചറിയാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ എത്തിപ്പോയ ആളുകളാണ് മുസ്ലിം ഹു ഹാവ് ടേൺ ദെയർ ബാക്സ് ടു എ റിഫോമർ. ഒരു പരിഷ്കർത്താവിൻ്റെ നേരെ അവർ പിന്തിരിഞ്ഞു നിന്നവരാണ്. അത് ഈവൻ ദോ അവർ ബ്ലഡ് റിലേഷൻസ്, അത് നമ്മുടെ രക്തബന്ധുക്കളായാലും ശരി. മെസ്സഞ്ചർ ഓർ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ്റെ, അള്ളാഹുവിൻ്റെ ഒരു റസൂലിൻ്റെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരിഷ്കർത്താവിൻ്റെ നേരെ അവർ തിരിഞ്ഞു നിന്നവരാണ്. ദി സോ കാൾഡ് മുസ്ലിംസ് ബിക്കം വേഴ്സ്റ്റ് ദാൻ ഇൻഫിഡൻസ്. ഖലീഫത്തുള്ള അവസാനം പറഞ്ഞു നിർത്തുന്ന ഈ വചനത്തെയാണ്. ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങൾ, അത് നിങ്ങളുടെ ബ്ലഡ് റിലേഷൻസിൽപ്പെട്ടവരായാലും ശരി, കാലത്തിൻ്റെ ഇമാമിനെ തിരസ്കരിച്ച് അവരെ പരിഹസിച്ച് അവരെ ആ അധ്യാപനത്തിനെ തള്ളിക്കളയുന്നവർ, വേസ്റ്റ് ദാൻ ഇൻഫിഡൻസ്, അവർ അവിശ്വാസികളെക്കാൾ വേസ്റ്റാണ്. ഓർ ഇഡൽ വർഷിപ്പേഴ്സ്, അല്ലെങ്കിൽ വിഗ്രഹാരാധനരെക്കാൾ അവർ മോശപ്പെട്ടവരാണ്. അപ്പോൾ ആ നിലയിൽ, കാരണം ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം മനുഷ്യനോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. ആ മനുഷ്യർക്ക് നേർവഴി കാണിക്കുന്നതിന് വേണ്ടിയാണ് അവൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഒരു ആളിനെ മനുഷ്യരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു ദോഷവും വരുത്തുന്ന കാര്യങ്ങളല്ല ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളയുന്ന ഇവർ പറ്റി പറഞ്ഞതാണ്, അവർ ഈ കഠിന ശത്രുക്കളാണ്. മനഃപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് പരിഹസിക്കുന്ന പരിഹാസപാത്രമാണ്. അത്തരത്തിലുള്ളവരെ നിന്ന് നമ്മൾ അകലം പാലിക്കാന്നേ പറയുന്നുള്ളൂ. അവർക്ക് ഇനി ഇവർക്ക് പോലും എന്തെങ്കിലും ഒരു വിഷമസന്ധി വരികയാണ് നമ്മുടെ സഹായം തേടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അനുകമ്പയോടുകൂടി വർത്തിക്കുവാൻ. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് ജന്മനാ ഒരാളും നമുക്ക് ശത്രുവില്ല. ഈ ആദർശത്തിനെ എതിർക്കുന്നവർക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ എതിർത്തുകൊള്ളട്ടെ, അവർ അവരുടെ വഴിയിലൂടെ പോകട്ടെ. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റായിരിക്കണം. അതിനപ്പുറത്ത് ഇത് നീ മിണ്ടിപ്പോവരുത്, ഇതുമായിട്ടുള്ള യാതൊരു ഇതും വേണ്ട, കണക്ഷനും വേണ്ട എന്ന് പറയുന്നവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഈ പരമമായ സത്യവും അസത്യവും കൂടെ മിശ്രിതമായി പോകും. സത്യമേതാ അസത്യമേതാന്നറിയാനൊക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദർശശുദ്ധിയുള്ളവരോ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവരോ ഇവരെല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറയും. ഇനി
ഇതൊക്കെ നമ്മളൊക്കെ ഭയങ്കര സൈസ് ആളുകളാണെന്ന് അല്ലാഹു തആല ഇത് തൊട്ടടുത്ത 30-ാമത്തെ വചനത്തിൽ പറയുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. ഖുൽ ഇൻ തുഖ്ഫു മാ ഫി സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ, പ്രവാചകരെ, അങ്ങ് അവരോട് പറ, ഇവരെല്ലാം പല സൈസ് ആളുകളാണ്. ഇൻ തുഹ്ഫു, നിങ്ങൾ മറച്ചു വയ്ക്കുകയാണെങ്കിൽ, മാഫി സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ നെഞ്ചകങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ നെഞ്ചകങ്ങൾ എന്ന് പറയുന്നത് മറച്ചു വയ്ക്കുന്ന ഒരിടമാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഒരാളോട് പകയാവർ, പക്ഷെ ഞാനത് പ്രകടിപ്പിക്കത്തില്ല, അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വച്ചിരിക്കും. പക്ഷെ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അവൻ വളരെ നല്ല സ്നേഹത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇതായിരിക്കും, പക്ഷെ നെഞ്ചകങ്ങളിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് പറയണം, ഇൻ തുഹ്ഫു മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്നതുണ്ടല്ലോ. ഇനി ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തിയെന്നിരിക്കട്ടെ, യഅലമുല്ലാഹു, അത് അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക. യഅലമു, അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ അറിയുന്നു. പിന്നാണോ നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളത്? അതൊരു നിസ്സാരമായ കാര്യമാണ്. ഈ ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെ നടക്കുന്നുവോ, എന്തൊക്കെ ഉണ്ടോ, അതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായ ജ്ഞാനവും നിയന്ത്രണാധികാരവും ഉള്ളവനാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മറച്ചു വെച്ചുള്ള അടി, തിരിച്ചു വെച്ചുള്ള അടി, നമ്മുടെ കപട നാടകങ്ങൾ, ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇത് നടക്കത്തില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ, ഈ ദീനിൻ്റെ പിന്നിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ മറച്ചു വയ്ക്കുന്നതും രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്തും വിജയിക്കാം, നാളെ പരലോകത്തും വിജയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഹലോകത്തും നിങ്ങൾ പരാജയപ്പെടും, നാളെ പരലോകത്തും പരാജയപ്പെടും. അതുകൊണ്ട് യു ഷുഡ് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഈ തത്വങ്ങൾ നിങ്ങൾ പിന്തുടർന്നേ പറ്റൂ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും. ഇനി വലിയ ഒരു അധികാരിയാണെന്നിരിക്കട്ടെ, അവൻ വലിയ രാജാവാണ്, അല്ലെങ്കിൽ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞാൽ, പ്രസിഡൻ്റാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ്, ഏതവനായാലും ശരി, എല്ലാം അവനെ അല്ലാഹു തആല പിടിച്ച് വിചാരണ ചെയ്യും. എന്ത് മറച്ചു വെച്ച് എന്ത് ചെയ്താൽ, നിനക്ക് അധികാരം തന്നു ഞാൻ, നീ എന്ത് ചെയ്തു എന്ന് അതിൻ്റെ ശിക്ഷാ നടപടികളുമൊക്കെ രക്ഷാ നടപടികളുമൊക്കെ അവന് നല്ലതുപോലെ അറിയാം. മരിക്കുന്നതൊന്നും അങ്ങോട്ട് നമ്മൾ ആരും അങ്ങ് അയ്യോ കഷ്ടമായിപ്പോയി എന്നൊന്നും കരുതണ്ട. ഇങ്ങനെ ചില പ്രവാചകന്മാർ വന്നപ്പം ജനങ്ങളും ജനനേതാക്കന്മാരും മതത്തിൻ്റെ ആൾക്കാരും തല്ലിക്കൊന്നു. അപ്പം സൂറ യാസീനിൽ പറയുന്നു, ഓഹ് അല്ലാഹു തആല എന്നെ ആദരിച്ചിരിക്കുന്നു, എനിക്ക് അല്ലാഹു തആല സ്വർഗം നൽകിയിരിക്കുന്നു, ഇതെൻ്റെ ജനതയെ അറിഞ്ഞിരുന്നു എങ്കിൽ ഈ റൂഹ് ശരീരത്തിൽ നിന്നും മാറി. അതുകൊണ്ട് നമ്മുടെ ഈ റൂഹ് ശരീരത്തിൽ നിന്നും പോകട്ടെ, മാറട്ടെ. നമ്മളെ ഏറ്റുവാങ്ങുവാൻ, നമ്മളെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിൻ്റെ മാലാഖമാർ വന്ന് കാവൽ നിന്ന് നമ്മളെ കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ ജീവിക്കാൻ നോക്ക്. എന്തിനായി നരകത്തിൻ്റെ കാപാലികന്മാരുടെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നത്? അതുകൊണ്ട് അന്തസ്സായിട്ട്, ആണത്വത്തോടെ, അഭിമാനത്തോടെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം ശിരസ്സ് കുനിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി കുറേ ദിനരാത്രങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനൊക്കെ കഴിയണം. അപ്പോൾ അവിടേക്ക് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളെ. വരും, നമുക്ക് 2 ദിവസം അവിടെ നമുക്ക് കഴിഞ്ഞിട്ട് വരാം. ഒറ്റ ഒരെണ്ണത്തിനെയും കാണത്തില്ല. വന്നിട്ട് നല്ലതുപോലെ പണിയിക്കണം.
ഈ ശരീരം ഉണ്ട്, നീ ഈ ശരീരം കൊണ്ട് നിനക്ക് കാല് തന്ന് നീ എന്ത് ചെയ്തു? കൈ തന്ന് എന്ത് ചെയ്തു? നിനക്ക് കണ്ണുകൾ തന്ന് എന്ത് ചെയ്തു? നിനക്ക് ബുദ്ധി തന്നു നീ എന്ത് ചെയ്തു? ഇതൊക്കെ തന്നിരിക്കുന്നത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനാണ്. കാലില്ലാത്തവനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. കൈയില്ലാത്തവനുമുണ്ട്, കണ്ണില്ലാത്തവനുമുണ്ട്, ചെവി കേൾക്കാൻ വയ്യാത്തവനുമുണ്ട്, സംസാരിക്കാൻ വയ്യാത്തവനുമുണ്ട്. ഇതെല്ലാം തന്നവരുമുണ്ട്. ഇതിനൊക്കെ എനിക്ക് കഴിവുണ്ട്. തരുന്നതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ചോദിക്കുന്നത്. ഇതിനെ നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയോ? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോ? ഉപയോഗിച്ചാൽ അത് നിങ്ങൾക്ക് കൊള്ളാം. ഉപയോഗിക്കുന്നില്ല എങ്കിൽ തക്കതായ ശിക്ഷ അത് കടന്നു വരും നമ്മളിലേക്ക്. ചെവി ശരിക്ക് വർക്ക് ചെയ്യത്തില്ല, കണ്ണ് ശരിക്ക് വർക്ക് ചെയ്യത്തില്ല, ബുദ്ധിശക്തി ശരിക്ക് വർക്ക് ചെയ്യത്തില്ല, കൈകാലുകൾ ശരിക്ക് വർക്ക് ചെയ്യത്തില്ല. എന്താ? നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ തൽക്കാലം ചിലപ്പം പല രീതിയിലുള്ള സ്ട്രക്ചറും വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാശിൻ്റെ ലെവലനുസരിച്ച്. അപ്പോൾ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുതആല എല്ലാത്തിനും കഴിവിനാണെന്ന് പറഞ്ഞിട്ട് ഖലീഫത്തുള്ള അതിനൊരു ചെറിയ വിശദീകരണം. ദേ ആർ വാൺസ്, അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദാറ്റ് ഓൾ ദെയർ ഓപ്പൺ ഓർ സീക്രട്ട് സ്കീമിങ്, ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന അവരുടെ എല്ലാ പദ്ധതികളും, ചില കാര്യങ്ങൾ ചിലർ പറയത്തില്ല, മറച്ച് വെച്ച് ചെയ്യും. ചിലരാണെങ്കിലോ പബ്ലിക്കായിട്ട് ചെയ്യും. ഞാൻ അങ്ങനെയും ചെയ്യും, ഞാൻ ഇങ്ങനെയും ചെയ്യും, അതെൻ്റെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നുള്ള അത് ഉണ്ടല്ലോ. അതുകൊണ്ട് പറയുകയാണ് ദേ ആർ വാൺസ്, അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് നൽകൂ. ദാറ്റ് ഓൾ ദെയർ ഓപ്പൺ ഓർ സീക്രട്ട് സ്കീമിങ്, ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും നടത്തുന്ന അവരുടെ രഹസ്യ പദ്ധതികൾ അല്ലെങ്കിൽ പരസ്യ പദ്ധതികളുണ്ട്. എഗൻസ്റ്റ് ട്രൂ ഇസ്ലാം, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനത്തിന് എതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന അവരുടെ, എന്നിട്ട് പറയുന്നത് ബ്രാഗരി, നോട്ട് ലിപ് പ്രൊഫസിങ് ഇസ്ലാം, നാവ് കൊണ്ട് പ്രഘോഷിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മളൊക്കെ ലിപ് പ്രൊഫസിങ് ഇസ്ലാം, നാവ് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മളൊക്കെ. നാവ് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് നടക്കുന്ന ഇസ്ലാം ഇല്ല. ഇസ്ലാമിലുള്ളത് ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ടും പ്രവർത്തിപ്പിച്ച് നടത്തുന്ന ഇസ്ലാമാണ്. അതുകൊണ്ട് ട്രൂ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാമിന് എതിരായിട്ട് വെറുതെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ്. ഓർ ദ പ്രോഫറ്റ് ഓഫ് അല്ലാ ഷാൽ ബി റെഡ്യൂസ്ഡ് ടു നോട്ട്സ്, ഫോർ അല്ലാ ഷാൽ നെവർ ലെറ്റ് ദം ബി സക്സസ്ഫുൾ ഇൻ ദെയർ ഈവിൾസ്. അവർ ഈ നാവും ഉപയോഗിച്ച് അവർക്ക് നൽകിയിരിക്കുന്ന ഈ സർഗശക്തികളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ അവരുടെ ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും നന്മ കൈവരുത്തുന്നതിന് പര്യാപ്തമായ നിലയിൽ അവർക്ക് നൽകിയ ഓരോ സർഗശക്തിയെയും അവർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവരുടെ ഈ മോശമായ പദ്ധതികളുണ്ടല്ലോ അത് ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല അജണ്ടകളും തയ്യാറാക്കിക്കൊണ്ട് പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നാളറിയണ്ട, അത് ഇന്നതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ പദ്ധതികൾ. അങ്ങനെ ഈ രഹസ്യ അജണ്ടകളുമായിട്ട് നടക്കുന്നവരൊക്കെ ഈ ലിപ്സ് വെച്ച് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതൊന്നും ശരിയാകത്തില്ല എന്ന് വളരെ വ്യക്തമായ നിലയിൽ കുല്ലിൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ നിങ്ങളത് വെളിപ്പെടുത്തിയാലും, യഅലമുല്ലാഹു, അല്ലാഹു തആല അത് അറിയുന്നുണ്ട്. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് മുഴുവൻ അറിയുന്നവനാണ് അവൻ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാണ്. ഇത് അടിവരയിട്ട് നമ്മളോട് പറഞ്ഞു തരിക. അങ്ങനെ എല്ലാത്തിനും കഴിവുള്ള ഒരു അള്ളാഹുവിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ഓരോ രഹസ്യവും ഓരോ പരസ്യവും അറിയുന്നവനും അതിനെല്ലാം റിവാർഡ് തരുന്നവനുമാണെങ്കിൽ, ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സുന്നത്തായ നമസ്കാരങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ,
അല്ലാഹു തആല 1000 റക്അത്തിനേക്കാൾ പ്രതിഫലം തരാമെന്ന് പറയുന്നു. പഠിക്ക്. അങ്ങനെ നിങ്ങൾ ശ്രേഷ്ഠരായി തീരുക, ഉന്നതരായി തീരുക, ഒന്നാം സ്ഥാനത്തെത്തുക. ആരുടെ മുമ്പിൽ? ഇതിനു വേണ്ടിയല്ല. അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വഴി, ആ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് സുന്നത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നതിന് 1000 റക്അത്ത് സുന്നത്തിനേക്കാൾ ആ സമയത്തുള്ള പഠനം മഹത്വമുള്ളതായിട്ട് 2 റക്അത്ത് നമസ്കാരം അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.